ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വയനാട്ടിൽ പോകാനുള്ള പ്ലാനാണ്. നമ്മളെ പണ്ട് വണ്ടർല ട്രിപ്പിന് പോയിന്ന ട്രാവൽ ബീസത്തെ ട്രെയിൻ ട്രാവലർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നാൽ എല്ലാവരും ലഗേജ് കയറ്റിയിട്ട് നേരെ വയനാട്ടിലോട്ട്. അങ്ങനെ ട്രാവലറും വന്ന് നമ്മളെ ലഗേജസും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലഗേജും കയറ്റി കഴിഞ്ഞ് എല്ലാവരും വണ്ടിൻ്റെ ഉള്ളിൽ കയറ്റി ഇനി നമ്മൾ നേരെ വയനാട്ടിലോട്ട്. ഐസിനൊക്കെ കിളി പോയിരിക്കാൻ രാവിലെ നെച്ചിൻ്റെ എല്ലാം നാടൻ വീടൊക്കെ പൂട്ടി ഇറങ്ങി വരികയാണ്. നമ്മളെ കൂടെ നമ്മളെ നോവിൻ ട്രിപ്പിന് വന്നിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പൂക്കോട്ട് ലേക്കിലെത്തി. ജിജു ഞാനൊക്കെ നമ്മളെ പെഡൽ ചെയ്യേണ്ട പകരം തുടങ്ങി പോകാന്നുള്ള രീതിയിൽ കയാക്കിങ് എടുത്ത് ഫാമിലി ബാക്കിയുള്ളവരെല്ലാവരും ഫോർ സീറ്റിങ്ങിന് വെയിറ്റിംഗ് പോകും. ഇങ്ങനെ ഉപ്പയും ടീമും ഇറങ്ങി. ഇങ്ങനെ ഉമ്മയും ടീമും കൂടി ഉണ്ട്. ഓരും റെഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ലഞ്ച് കഴിച്ചിട്ട് റിസോർട്ട് പോകാം. ഉമ്മയും കയറി. നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെ റൂമിലൊക്കെ അലോക്കേറ്റ് ചെയ്ത് ആകെ വലിയ കച്ചറൊക്കെ. എന്തായാലും എല്ലാവരും റൂമിൽ കയറ്റി. ഉപ്പയും മമ്മി ഈ റൂമിൽ തന്നെ ആക്കി. അവർക്ക് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ തന്നെ ആക്കി. ഞാനും ജൂവിയും ഇവിടെ ബാൽക്കണിയില്ല ഈ റൂമിലും. അങ്ങനെ നമ്മളെ ബാക്കി യങ്ങസ്റ്റ് കപ്പിൾസൊക്കെ മേലെ, ബാക്കിയുള്ളവരൊക്കെ താഴെ എന്നുള്ള രീതിയിൽ കുട്ടികളൊക്കെ ഒരുവിധം ഫീഡാക്കിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുവരുന്ന ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ വന്ന പാടെ പപ്പാൻ്റെ സ്ഥിരം കലാപരിപാടി ചായയിലോട്ട് ഇരിക്കുകയാണ്. ഇതാണ് ഇമ്മമ്മാൻ്റെയും പപ്പാൻ്റെയും റൂം. ഇവർ ഇങ്ങനെ എൻജോയ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ റൂം അവിടെ ടോപ്പിലാണ്. പിന്നെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് വേണം നമുക്ക് പൂളിലൊക്കെ ചെന്നെങ്കിൽ അടുത്ത് ചോറ ഫാമിലിയിട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചോറയെന്നില്ല അതാണ്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഒരേ ടൈമിൽ എത്തിക്കുക, ഫുഡിന് കൊണ്ടുപോകാമെന്നൊക്കെയാണ് ചോറ. കുട്ടികളെല്ലാവരും കൂടി ഇവിടെയാണ്. ആ റൂം കൂടി ഞാൻ കാണിച്ചാൽ കുട്ടികളെ റൂമായിട്ട് കൊടുത്തിട്ടില്ലേ. ഇവിടെ ഒരു ഡോർമെറ്ററി സെറ്റപ്പും ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഇവർ 4-5 പേര് ഇവിടെ സേഫാക്കി. ബാക്കിയുള്ള കപ്പിൾസൊക്കെ അപ്പുറത്തും. ഷെമി മാമിയാണെങ്കിൽ ഒടുക്കത്തെ കരോക്കെ ഇട്ടിട്ടുള്ള പാട്ടും, അവിടെ ഉമ്മയാണെങ്കിൽ കുട്ടികളെമാരെ അതിൽ കയറിയിട്ട് ഫുള്ള് കളിയാണ്. കുട്ടികളൊപ്പാണ്. നമ്മൾ കോഴിക്കോടാൻ്റെ എല്ലാ ഏർപ്പാടും തുടങ്ങി കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കാർക്കോളൊക്കെ ഇപ്പോഴാണ് എത്തിയത്. അങ്ങനെ എല്ലാവരും പാക്കിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നോവനെ നമ്മളിവിടെ എത്തിയിട്ടൊക്കെയാണ്. ഇവിടുന്ന് ഓടി പോയിട്ട് ഒടുക്കെ പിടിച്ചോണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ഇപ്പൊക്കെ ഓൾറെഡി ഫുൾ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ നേരെ ട്രാവലറിൽ കയറിയിട്ട് കരാപ്പുഴ ഒക്കെ പോകാനുള്ള പ്ലാനിലാണ്. റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ട്രാവലറിൽ കയറി ഫുൾ പാക്കഡ് ആയിട്ട് നമ്മൾ നേരെ അതേപോലെ കരാപ്പുഴ പോയിട്ട് സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മൾ മുണ്ടക്കൈ എത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഒന്ന് സന്ദർശിക്കാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്ര ഭയങ്കരമാണെന്നുള്ള മനസ്സിലായത്. ചൂരൽമല കഴിഞ്ഞ് വന്നിട്ട് നമ്മളിവിടെ ATV റൈഡിന് പോകാനുള്ള പ്ലാനാണ്. 2.5 കിലോമീറ്ററിൻ്റെ ട്രാക്ക്. നമ്മളൊരു 5 വണ്ടി എടുത്തിക്കണ്. ഇവിടെ 2.5 കിലോമീറ്ററിൻ്റെ സിംഗിൾ റൈഡിന് 1000 രൂപയാണ് പെർ വണ്ടിക്ക് റേറ്റ് വരുന്നത്. എങ്ങനെയുണ്ട് നമുക്ക് പോയത്. അതും നിൻ്റെ ഉമ്മാനെ ഞാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഇമ്മ? ഇൻ്റെ ഒപ്പം കയറപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇമ്മാക്ക്? ഇൻ്റെ ഒപ്പം കയറപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോ? സൂപ്പറായിരുന്നു. ഇമ്മ ബാക്കിയൊന്ന് പേര് ചെന്നിട്ട് തരാം. അങ്ങനെ ഇനി അടുത്ത എൻ്റെ ഏരാന്ന് പറയണത് എൻ്റെ സ്വന്തം പെണ്ണുങ്ങളാണ്. ഇന്ന് നമ്മൾ ജുവനെ പൊടിയിലിട്ട് കലക്കും. പോവാ എങ്ങനെയുണ്ട് താത്ത എക്സ്പീരിയൻസ്? ബാക്കി നമുക്ക് ജിന്നിനെ കുറച്ച് എൻ്റെ ആ നേരത്തെ നമ്മൾ ജിന്നിനും കൂടി കയറ്റിയിട്ട് ഇപ്രാവശ്യം കുട്ടികളെ നല്ല അഡ്വഞ്ചറിനോട് വലിയൊരു മാത്രമാണ്. കാരണം കുട്ടികളൊക്കെ സിപ്പ് ലൈനിൽ കയറി എന്ന് പറഞ്ഞു. അതുകൊണ്ട് 6 ആൾക്കാർ പേര് പോവാണ്. പോലെ ഇത്രയാണ് സിപ്പ് ലൈനിൽ പോകുന്ന ടീംസ്. അപ്പോൾ
ഇവർ6 പേരും കൂടി പെയറായിട്ട് പോവാണ്. അപ്പോൾ ബൈ. അപ്പോൾ നമ്മൾ ജിപ്ലൈൻ ചെയ്യുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ജീനക്ക് നല്ല ടെൻഷൻ പിടിച്ചിട്ട് ഉമ്മക്ക് വീടൊന്നുമില്ല. സാലു എന്താ പേടിയുണ്ടോ വലിയക്ക? എന്തേനെ എങ്ങനെയുണ്ട് കുഞ്ഞാക്ക? ജുവയും ജിനിയും റീനും കൂടെയാണ് പ്രാവശ്യം ജയൻസിങ്ങിൽ കയറുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പേടിയാണ് പോകുന്നത്. എന്താ അങ്ങനെ പേടിച്ചിരുമ്പി കണ്ണൊക്കെ പൂട്ടിയിട്ട് പേടി അയ്യോ ഭൗതികന്ന് മതി ഇറങ്ങിയ ടീമാണ്. പക്ഷെ മുന്നന്റെ സ്പേസ് ടവറാണ്. മുന്നേ നല്ല പേടിയാണ് ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് കയറ്റി വിട്ടാ. ടാപ്പോയിലതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇനി വൈൻഡപ്പ് ചെയ്യണം. ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. പിന്നെ നേരെ വീട്ടിലോട്ട് ഫുഡ് കഴിച്ചു. ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി.